ഹലോ. നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നിർവചിക്കുന്നതിൽ തീർച്ചയായും നമ്മുടെ സമ്പത്തിന്, നമുക്കുള്ള വസ്തുവകകൾക്ക് ഒരു പരിധിവരെ സ്വാധീനമുണ്ട്. എന്നാൽ നമ്മുടെ സമ്പത്തോ സ്ഥാനമാനങ്ങളോ അല്ല നാം എന്ന വ്യക്തിയെ നിർവചിക്കേണ്ടത്. സമ്പത്ത് ഏറെയുള്ള മനുഷ്യർ പലപ്പോഴും വ്യക്തമായ പദ്ധതികളോടുകൂടെ അവരുടെ സമ്പത്ത് ഉപയോഗിക്കുമ്പോൾ സാധാരണ നിലയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ധൂർത്തടിയിൽ ഏറെ മുൻപിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ഒരു മനുഷ്യനും അതിന് താഴെ തട്ടിലേക്ക് നിൽക്കുന്ന മനുഷ്യരുമൊക്കെ വരവിനേക്കാൾ അധികം ചെലവാക്കുന്നവരാണ്. കാരണം അവരുടെ ഉള്ളിൽ ഒരു മിഥ്യാധാരണ പലപ്പോഴും രൂപപ്പെടുന്നത് പണം ഏറെ ചെലവാക്കിയെങ്കിൽ മാത്രമേ അവർ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടൂ എന്നുള്ള ചിന്തയാണ്. എന്നാൽ സമ്പത്ത് ഏറെയുള്ള ചില പ്രാഞ്ചിയേട്ടന്മാരും നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, സമ്പത്ത് ഏറെ ഉണ്ടെങ്കിലും അതിനെ കൃത്യമായി വിനിയോഗിക്കുകയും അത് ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ചില മനുഷ്യരെ കുറിച്ചാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, അവർക്കുള്ള സമ്പത്തല്ല അവർ ആരാണെന്ന് നിർവചിക്കുന്നത്. അവരുടെ കുലീനത്വമായ പെരുമാറ്റവും സമ്പത്തിനോട് ഉള്ള അമിതമായ ആർത്തിയില്ലായ്മയുമാണ് അവരുടെ വ്യക്തിത്വത്തെ നിർവചിക്കുന്നത്. ഒരിക്കൽ ശതകോടീശ്വരനായ ഹെൻറി ഫോർഡ് കാറുകളുടെ നിർമ്മാണത്തിന്റെ രാജാവ് ഇംഗ്ലണ്ടിലെത്തി. അദ്ദേഹത്തിന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇംഗ്ലണ്ടിലെ എയർപോർട്ടിൽ ഇറങ്ങിയ അദ്ദേഹം എയർപോർട്ടിനുള്ളിലെ ഇൻഫർമേഷൻ സെന്ററിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന ക്ലർക്കിനോട് ചോദിച്ചു, ഇംഗ്ലണ്ടിൽ ഏറ്റവും വില കുറഞ്ഞ ഹോട്ടൽ മുറി എവിടെയാണ് ലഭിക്കുക? ആ മനുഷ്യൻ ഹെൻറി ഫോർഡിനെ മൊത്തത്തിലൊന്ന് നോക്കി. വളരെ വില കുറഞ്ഞ ഒരു പഴയ കോട്ടാണ് അദ്ദേഹം ധരിച്ചിരുന്നത്. പിന്നെ പേപ്പറുകളിൽ എണ്ണമറ്റ തവണ താൻ കണ്ടൊരു മുഖമാണ് എന്നൊരു ചിന്ത അയാളുടെ മനസ്സിലേക്ക് വന്നു. അയാൾ ഹെൻറി ഫോർഡിനോട് ചോദിച്ചു, സാർ, താങ്കളല്ലേ ഹെൻറി ഫോർഡ്? അതെ, ഫോർഡ് ശാന്തമായി മറുപടി പറഞ്ഞു. ആകെ ആശയക്കുഴപ്പത്തിലായ ആ മനുഷ്യൻ ഫോർഡിനോട് പറയുന്നുണ്ട്, ഞാൻ പത്രങ്ങളിൽ എല്ലാ വാർത്തകളും നിരന്തരം പിന്തുടരുന്ന ഒരാളാണ്. അങ്ങയുടെ മകൻ എപ്പോഴും ഏറ്റവും നല്ല വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് ഏറ്റവും മികച്ച ഹോട്ടലുകളിൽ താമസിക്കുന്നുവെന്ന് എനിക്കറിയാം. എന്നിട്ടും നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ കോട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രായം തോന്നിക്കും വിധം പഴക്കമുള്ള ഒന്നാണ്. താമസിക്കാനായി നിങ്ങൾ അന്വേഷിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു സ്ഥലത്തെക്കുറിച്ചുമാണ്. എന്തിനാണ് ശതകോടീശ്വരനായ അങ്ങ് ഇങ്ങനെ പണം ലാഭിക്കുന്നത്? ഫോർഡ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി അധികം പണം നൽകുന്നതിന് അർത്ഥമില്ല. ഞാൻ എവിടെ ഉറങ്ങിയാലും ഞാൻ എപ്പോഴും ഹെൻറി ഫോർഡ് തന്നെയാണ്. പിന്നെ ഞാൻ ധരിച്ചിരിക്കുന്ന ഈ കോട്ട് അതെൻ്റെ പിതാവിൻ്റെതായിരുന്നു. പക്ഷേ അത് ധരിച്ചതുകൊണ്ടോ വേറൊന്നും ധരിക്കുന്നത് കൊണ്ടോ ഞാൻ എന്താണ്, ആരാണ് എന്നുള്ളതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. എൻ്റെ മകൻ ഇപ്പോഴും ചെറുപ്പമാണ്. അവൻ ചെറിയ ചെലവ് കുറഞ്ഞ ഒരു സ്ഥലത്ത് താമസിച്ചാൽ ആളുകൾ എന്ത് ചിന്തിക്കുമെന്ന് അവൻ ആശങ്കപ്പെടുന്നുണ്ടാകാം. പക്ഷെ എനിക്കറിയില്ല. എനിക്കൊന്നറിയാം, ഞാൻ കോടീശ്വരനായത് ചിലവഴിച്ചുകൊണ്ടല്ല, മറിച്ച് എൻ്റെ വില നിശ്ചയിക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് എന്താണെന്ന് അറിയുന്നതിലൂടെയാണ്. വ്യക്തമായ ഒരു ജീവിത നിരീക്ഷണം ഹെൻറി ഫോർഡിൻ്റെ ഈ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനേക്കാളും അധികം അനാവശ്യങ്ങൾക്കായി പണമേറെ ചെലവഴിക്കുന്നവരാണ്. പണമേറെ ചെലവിട്ടത് കൊണ്ട് നമുക്ക് ആദരവും അംഗീകാരവും ലഭിക്കുമെന്ന് നമ്മളിൽ ഏറെ പേരും ചിന്തിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ വലിയ ആളുകളായി തീരാൻ വേണ്ടി എടുത്തുപയോഗിക്കേണ്ടുന്ന ഒന്നല്ല പണം. അതെപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതാണ്. ആവശ്യത്തിൽ കൂടുതലുള്ള ആഡംബരങ്ങൾ തേടി പോകുമ്പോഴാണ് പലരും കടക്കണിയിൽ വീഴുന്നതും കുടുംബം അനാഥമാകുന്നതും ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചേരുന്നതും. പണത്തിൻ്റെ വിലയറിഞ്ഞ് നാം ചെലവഴിക്കുക. അതുമാത്രമല്ലല്ലോ, ഈ പണമോ ആഡംബരങ്ങളോ അല്ല നമ്മൾ ആരാണെന്ന് നിർവചിക്കേണ്ടത്. അതിനുമപ്പുറം നമ്മുടെ കുലീനമായ പെരുമാറ്റങ്ങളാണ്, നമുക്ക് നമ്മെ തന്നെ കുറിച്ചുള്ള ബോധ്യങ്ങളാണ്, നമുക്ക് നമ്മോട് തന്നെ തോന്നേണ്ട മതിപ്പാണ്. പണം, സമ്പത്ത് ജീവിക്കാൻ അനിവാര്യമാണ്. പക്ഷേ അതല്ല എല്ലാം എന്നൊരു തിരിച്ചറിവുണ്ടാകണം. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇനിയും സമ്പത്ത് ലഭിക്കാം. അപ്പോഴും മിതത്വത്തോടുകൂടെ അത് ചെലവാക്കാനും അർഹതയുള്ള അനേകരിലേക്ക് അതിൻ്റെ സഹായം എത്തിക്കാനും നിനക്ക് സാധിക്കണം. കൂടെയുണ്ട് കേട്ടോ, കൂട്ടിനും പിന്നെ എൻ്റെ പ്രാർത്ഥന.